കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ, നാഥ പാടാം ഞാനെന്നും നിന്റെ കീർത്തനം. ഓ നീരാം വഴി കാട്ടി നീ എൻ മുൻപിൽ. കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ് നമ്മൾ ഈ വചനത്തിലൂടെ കേൾക്കുന്നത്. അവൻ ഇമ്മാനുവേൽ, യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മോടുകൂടെ. അതായത് കർത്താവ് എപ്പോഴാണ് നമ്മോട് കൂടെ ഉള്ളത്? പള്ളിയിൽ പോകുമ്പോഴാണോ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത്? അല്ലെങ്കിൽ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ, കൺവെൻഷന് പങ്കെടുക്കുമ്പോൾ, കുമ്പസാരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ, പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ, ആ സമയങ്ങളിലാണോ കർത്താവ് കൂടെ ഉള്ളത്? അല്ല. എവ്രി ടൈം, എവ്രി മിനിറ്റ്, എവ്രി സെക്കൻഡ്, പ്രിയപ്പെട്ടവർ, എല്ലാ സമയങ്ങളിലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് കർത്താവ്. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നത്. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കൽ ഒരു രാജ്യം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവിനോട് മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലയോ രാജാവേ, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ യുദ്ധം വിജയിക്കും. വേഗം തന്നെ രാജാവ് മന്ത്രിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മന്ത്രി, കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. കാരണം അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണോ? നമ്മൾ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ നിശ്ചയമായും ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആ രാജാവ് പറഞ്ഞ കാര്യത്തിൽ വളരെ അധികം പ്രാധാന്യമുണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം കേട്ടോ. നമ്മൾ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലായിടത്തും വിജയിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയിക്കണം. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിലാവട്ടെ, ജോലി ചെയ്യുന്ന മേഖലയിലാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലാകട്ടെ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. എപ്പോൾ? പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും. അങ്ങനെ എല്ലാ സമയത്തും കർത്താവിൻ്റെ കൂടെ ആണെങ്കിൽ ഇമ്മാനുവേൽ ആയ യേശു നമ്മുടെ കൂടെ വരും. യേശു കൂടെ വന്നാൽ അറിയാലോ, പിന്നെ അത്ഭുതമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.